ഹലോ മുത്തുമണികളെ, എന്തെല്ലാം ഉണ്ട്? രാവിലെ എന്തെല്ലാമാണ് വിശേഷങ്ങൾ? അപ്പം ഇന്ന് ഞാൻ എന്താണ് പറയാൻ വേണ്ടിയിട്ട് വന്നത് എന്നറിയാമോ? എനിക്ക് രാവിലെ കുറച്ച് പരദൂഷണം പറഞ്ഞില്ലെങ്കിൽ എന്താണെന്നറിയാൻ പാടില്ല. ഒരു പിന്നെ സമാധാനക്കേടാണ്. ഒരു ലോകസുന്ദരിയായ ഭയങ്കര റീച്ചുള്ള ഒരു സെലിബ്രിറ്റി ഉണ്ട്. അഞ്ചാറ് കല്യാണമൊക്കെ കഴിച്ച് കുറേ മക്കളെയൊക്കെ കൊണ്ട് ഭിക്ഷയ്ക്കിരിക്കുന്ന ഭിക്ഷക്കാരി, അതായത് ഹൈടെക് ഭിക്ഷക്കാരി ഇന്നലെ എന്നെ പറയാണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടാന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നെ പറയുകയാണ്, എൻ്റെ ചാനലൊരു ഡൂക്കിലി ചാനലാണ്. ഡൂക്കിലി എന്നല്ല, എൻ്റെ ചാനൽ ചെറിയ ചാനലാണ്, പിന്നെ റീച്ചില്ലാത്ത ചാനലാണ് അത്ര. തന്നെടാ പിന്നെ, റീച്ചില്ലാത്ത ചാനലാണ് അത് പോട്ട് എന്ന്. എടേ, റീച്ചില്ലാത്ത എൻ്റെ ഒരു ചാനൽ വിചാരിച്ചപ്പോൾ നിൻ്റെ മുഴുവൻ സത്യങ്ങൾ വലിച്ചു തൂക്കി പുറത്തിട്ടവളാണ്. റീച്ചില്ലാത്ത എൻ്റെ ചാനൽ. പിന്നെ നമ്മൾ മരണപ്പെട്ടാലും നമുക്കൊരു ചരിത്രമുണ്ടാകും. നമ്മൾ ജീവിച്ചിരുന്ന ചുറ്റുപാടുകൾ, നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ധൈര്യസമേതം എൻ്റെ അഭിപ്രായം പറഞ്ഞ് ഞാൻ പടുത്തുയർത്തിയതാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അതായത് എൻ്റെ ധീരതയ്ക്കും എൻ്റെ ചങ്കുറപ്പിനും എനിക്ക് ജനങ്ങൾ തന്ന അംഗീകാരമാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ചാനൽ ഇന്ന് വളർന്നിട്ടുണ്ട് എങ്കിൽ അവർ എൻ്റെ ചങ്കുറപ്പിനെയാണ് അവർ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതും ഞാൻ അവരെ പറ്റിച്ചുണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സ് അല്ല, ഞാൻ അവരെ വഞ്ചിച്ചുണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സ് അല്ല. എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിന് പോലും ഞാൻ അവരെ പറ്റിച്ച കഥ പറയാനില്ല, ഞാൻ അവരെ വഞ്ചിച്ച കഥ പറയാൻ വേണ്ടിയിട്ടില്ല. അതായത് ഞാൻ ഉണ്ടാക്കിയ ചരിത്രങ്ങളിൽ ഒന്നും തന്നെ ഞാൻ സഹതാപം നേടി വളർത്തിയെടുത്തത് ഒന്നും നിനക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. എൻ്റെ യൂട്യൂബ് ചാനലിൽ ചിലപ്പോൾ റീച്ച് കുറഞ്ഞതായിരിക്കാം, പക്ഷെ തൻ്റെടമുള്ള ഒരു ബീനിനെക്കുറിച്ച് ബീൻ മരിച്ചാലും പറഞ്ഞുകൊണ്ടേയിരിക്കും. ബീൻ ഉണ്ടാക്കിയ ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചരിത്രം എങ്ങനെയാണ് പുറത്തു വരാൻ വേണ്ടിയിട്ട് പോകണമെന്നറിയാമോ? ചങ്കൂറ്റത്തോടെ സംസാരിക്കുന്ന ഒരു സ്ത്രീ, അല്ലാതെ സഹതാപം നേടിയെടുത്ത് മക്കളെ വിറ്റ സ്ത്രീ എന്നല്ല. മനസ്സിലായ?